ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. നമ്മളുടെ ഭഗവത്ഗീത വിചാരം, അതായത് നമ്മുടെ ഭഗവത്ഗീത യജ്ഞത്തിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന്. 115-ാമത്തെ പാർട്ടാണ്. ഇന്നത്തോടെ നമ്മൾ ഭഗവത്ഗീത തീരെയാണ്. ഭഗവാൻ ഉപസംഹരിക്കുന്നു, നമ്മളും ഉപസംഹരിക്കുകയാണ്. അപ്പൊ അത് 66-ാമത്തെ ശ്ലോകം ഒന്നും കൂടി പറയാം. വളരെ പ്രധാനപ്പെട്ട, വളരെ മനോഹരമായ ശ്ലോകം, നമ്മളൊക്കെ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു ശ്ലോകമാണത്. അത് പറയാം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. മോക്ഷസന്യാസ യോഗത്തിന്റെ 66-ാമത്തെ ഭാഗം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമാൻ, എല്ലാ ധർമ്മങ്ങളും, പരിത്യജ്യ, എല്ലാം ഉപേക്ഷിക്കുക. ഏകം മാം, എന്നിട്ട് മാമേകം, ഏകം മാം, എന്നെ മാത്രം, രണ്ടില്ലാത്ത ബ്രഹ്മരൂപിയായ എന്നെ. ഏകം എന്ന് വെച്ചാൽ ദ്വൈതമില്ല, അദ്വൈതമായ എന്നെ. എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കുക. ശരണം വ്രജ, അഭയം പ്രാപിക്കുക. അഹം, അപ്പോൾ ഞാൻ, സർവപാപേഭ്യോ, പാപം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പാപം ചെയ്യുന്ന ആ അർത്ഥത്തിലല്ല പറയണത്, ബന്ധനങ്ങൾ, നിന്നെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിന്നെ മോക്ഷയിഷ്യാമി, ഞാൻ രക്ഷിക്കുന്നതാണ്. പാപം എന്ന് വെച്ചാൽ ബന്ധനം കൊണ്ടാണ് നമുക്ക് പാപങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളിൽ നിന്നും, നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും നിനക്ക് ഞാൻ മോചിപ്പിക്കാം. അത് ഭഗവാന്റെ പിന്നെ എന്താ പറയാ, ഭഗവാന്റെ പ്രതിജ്ഞയാണ്. 3-4 പ്രതിജ്ഞകൾ ഇങ്ങനെ ഭഗവാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നിരന്തരം ഓർക്കേണ്ടതാണ്. അതിലൊരു പ്രതിജ്ഞയാണിത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക. മോക്ഷയിഷ്യാമി മാ ശുച, നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് മോചിപ്പിക്കുന്നതാണ്. ദുഃഖിക്കാതിരിക്കും. മാ ശുച എന്ന് വെച്ചാൽ, ശുച എന്ന് വെച്ചാൽ ദുഃഖം. ദുഃഖിക്കാതിരിക്കും. മാ, ദുഃഖിക്കണ്ട എന്ന് പറയാണ്. ഞാൻ നിന്നെ മോചിപ്പിക്കാം, ദുഃഖിപ്പിക്കാതിരിക്കൂ. ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിനാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ ദുഃഖനിവൃത്തി ഉപദേശിക്കുന്ന ശാസ്ത്രമാണ് ഗീത. ഭഗവാൻ 2-ാം അധ്യായം സാഖ്യയോഗത്തിൽ തന്നെ അർജുനനോട് പറഞ്ഞത് എന്താണ്? നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ ഓർത്താണ് ദുഃഖിക്കുന്നത്. നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു. അറിവുണ്ടെന്ന് തോന്നുമാറായിട്ടുള്ള യുക്തിവാദങ്ങൾ നീ പുറപ്പെടുവിക്കുന്നു. അറിവുള്ളവർ മരിച്ചവരെയും ജീവിച്ചവരെ പറ്റി ഒന്നും ദുഃഖിക്കില്ല. അതായത് ജ്ഞാനികൾക്ക് മരിച്ചവരും ജീവിച്ചവരും എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല അർജുന. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ദുഃഖിക്കാതിരിക്കൂ എന്നാണ് ഭഗവാൻ 2-ാമത്തെ അധ്യായത്തിൽ തുടങ്ങി വെച്ചു. അതിലാണ് ഭഗവാന്റെ ഉപദേശം ഭഗവാൻ തുടങ്ങുന്നത്. ഗീതാശാസ്ത്രം ആരംഭിക്കുന്നത് ആ ശ്ലോകത്തിൽ നിന്നാണ്. അവിടുന്ന് ഭഗവാൻ ഈ 18-ാം അധ്യായത്തിലെ ഈ ശ്ലോകത്തിൽ, ഈ 66-ാമത്തെ ശ്ലോകത്തില് അത് ഉപസംഹരിക്കുകയാണ്. ഒരു പേടിയും വേണ്ട, മാശുച, ദുഃഖിക്കാതിരിക്കൂ, ഞാൻ നിനക്ക് മോക്ഷം നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം പ്രതിജ്ഞ കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? എന്താണ് ശോകനിവർത്തിക്കുള്ള ഉപായം? സർവധർമ്മ പരിത്യാഗപൂർവം അദ്വൈ ബ്രഹ്മത്തെ ശരണം പ്രാപിക്കുകയാണ് ഉപായം. സർവധർമ്മ പരിത്യാഗം എന്ന് വെച്ചാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടെന്ന് അർത്ഥമേ ഇല്ല. അത് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കർമ്മം
ചെയ്യരുതെന്ന് ഒരു പ്രാവശ്യം പോലും ഭഗവാൻ പറഞ്ഞിട്ടില്ല. കർമ്മഫലം ഉപേക്ഷിക്കുക. കർമ്മമെല്ലാം കർത്തൃഭാവമില്ലാതെ, ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ഭാവമില്ലാതെ ഭഗവാനാണ് ചെയ്യുന്നതെന്നുള്ള ഭാവത്തോടെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് ഭഗവാൻ ആദ്യന്തം ഉപദേശിക്കുന്ന കാര്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് സർവധർമാൻ പരിത്യജ എന്ന് വെച്ചാൽ കർമ്മം ഉപേക്ഷിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ശോകനിവൃത്തിക്കുള്ള ഉപായം സർവധർമ്മ പരിത്യാഗമാണ്. അത് പരിത്യാഗം മാത്രം പോരാ, ഭഗവാനെ സർവാത്മന നമ്മള് ശരണം പ്രാപിക്കുകയും വേണം. ഇവിടെ സർവധർമ്മവും എന്ന് പറഞ്ഞാൽ ശരണ്യമായ ബ്രഹ്മത്തെ, അതായത് ഭഗവാൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഭഗവാനെ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഉപേക്ഷിക്കണം. ബ്രഹ്മം സർവധർമ്മവും ഉപേക്ഷിക്കുന്ന സാധകന്റെ സ്വരൂപം തന്നെ ആയതുകൊണ്ട് അയാൾ ആഗ്രഹിച്ചാൽ പോലും അത് ഉപേക്ഷിക്കപ്പെടുകയില്ല. കാരണം ജ്ഞാനിയായ ജ്ഞാനിയായി കഴിഞ്ഞാൽ സാധകന് ഞാൻ തന്നെയാണ് ബ്രഹ്മം, ബ്രഹ്മം തന്നെയാണ് ഞാനെന്ന് മനസ്സിലാകും. അപ്പൊ അതിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അതൊഴിച്ച് ബാക്കി എല്ലാം ഉപേക്ഷിക്കാനാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ അതുകൊണ്ട് സുഖരൂപമായ ബ്രഹ്മമാണ് സകലരുടെയും സ്വരൂപം. എല്ലാവർക്കും, ആർക്കും ദുഃഖമല്ല. നമ്മുടെ സഹജമായ സ്വരൂപം, നമ്മുടെ സഹജമായ പിന്നെ പ്രകൃതം എന്ന് പറഞ്ഞാൽ സുഖമാണ്. നമ്മൾ ഒരാളെ കണ്ട എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ദുഃഖമാണെന്ന് ചോദിക്കാറുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ദുഃഖമല്ലേ എന്ന് ചോദിക്കാറുണ്ടോ? നമ്മൾ എന്താ ചോദിക്കുക? സുഖമാണല്ലോ അല്ലേ എന്ന്. കാരണം സുഖമാണ് നമ്മുടെ ശരിയായ സ്വഭാവം, സഹജമായ സ്വഭാവം. ദുഃഖം എന്നുള്ളത് നമ്മുടെ സ്വഭാവമല്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ചോദിക്കാത്തത്. സുഖമല്ലേ? അല്ല. അയ്യോ അല്ല, എനിക്ക് ദുഃഖമാണെന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സ്വസ്വരൂപമായ ബ്രഹ്മമാണ് സകലരുടെയും സ്വരൂപം. അതുകൊണ്ട് തന്നെ സകലർക്കും സുഖം സ്വരൂപമാണ്. ദുഃഖം ഇടയ്ക്ക് വന്നു ചേരുന്ന ഒരു കൃത്രിമ സ്ഥിതിയാണ്. ജീവൻ തുടങ്ങി ഇങ്ങോട്ടുള്ള വിവിധ ധർമ്മങ്ങളുടെ ആവിർഭാവമാണ് അതിന് കാരണം. കാരണം നമ്മള് ലോകവുമായിട്ട് പലതരത്തിൽ ബന്ധിക്കപ്പെടുന്നത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നു, നിരാശകൾ ഉണ്ടാവുന്നു. അപ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. അത് നമ്മുടെ നാച്ചുറലായ സ്ഥിതിവിശേഷമല്ല, ഇടയ്ക്ക് വന്ന് കയറുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏകനായ പരമാത്മാവിനെ ശരണം പ്രാപിച്ചിട്ട്, അതായത് ഞാനുൾപ്പെടെ എല്ലാം തന്നെ ഒരു പരമാത്മാവ് മാത്രമാണെന്ന് ദൃഢമായി മനസ്സിനെ പഠിപ്പിച്ചിട്ട്, അതാണ് സർവധർമാൻ പരിത്യാജ്യ എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നു. ഈ സർവധർമ്മ പരിത്യാഗം ഒരിക്കലും ബാഹ്യമല്ല എന്ന് ഓർക്കണം. ബാഹ്യമായിട്ട് നമ്മൾ അത് ഉപേക്ഷിച്ചു, ഇത് ഉപേക്ഷിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ സാരികൾ വാങ്ങിക്കുന്നില്ല, ഞാൻ ഭക്ഷണം ഉപേക്ഷിച്ചു എന്നൊക്കെ പറയാനുള്ള ഒരു അർത്ഥമില്ല. അതൊക്കെ ബാഹ്യമായ ഉപേക്ഷകളാണ്. ഉപേക്ഷിക്കേണ്ടത് എന്താണ്? ഉപേക്ഷിക്കേണ്ടത് നമ്മള് സർവധർമ്മ പരിത്യാഗം ഒരിക്കലും ബാഹ്യമല്ല, വ്യക്തമായ വസ്തുബോധമാണ് സർവധർമ്മ പരിത്യാഗം. അതായത് നമ്മള് വ്യക്തമായ ജ്ഞാനം, വസ്തുബോധം എന്ന് വെച്ചാൽ ജ്ഞാനം, ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാനും ഞാനും ഒന്ന് തന്നെ, അതാണ് വസ്തുബോധം. അതാണ് നമുക്ക്, അത് മാത്രമാണ് നമുക്ക് ഉള്ളത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ത്യജിക്കാനൊന്നും ഉണ്ടാവില്ല. ഈ വസ്തുബോധം അനുഭവപ്പെടുത്തുവാനുള്ള ഭാവനയാണ് ശരണം പ്രാപിക്കൽ. അത് അനുഭവപ്പെട്ടാൽ പിന്നെ ശോകത്തിന് വഴിയില്ല. രണ്ടില്ലാത്ത അനുഭവത്തിൽ നിന്നും ശോകത്തിന് എന്താണ് പ്രസക്തി? രണ്ടുള്ളത് കൊണ്ടാണ് ശോകം. ഒന്ന് മാത്രമാണെങ്കിൽ ശോകത്തിന്. അപ്പൊ ഞാനും ബ്രഹ്മനും ഒന്ന് തന്നെ, ബ്രഹ്മൻ തന്നെ ഞാൻ. അതായത് തത്വമസിയുടെ ലാസ്റ്റ് ഭാഗമാണിത്. അപ്പൊ ആ തത്വമസിയില് ഞാൻ നീയാകുന്നു, നീ ഞാനാകുന്നു എന്ന ആ ഭാവത്തിൽ നമ്മൾ എത്തുകയാണ് ഇവിടെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അദ്വൈതാമൃതം സേവിക്കുന്ന അന്നല്ലാതെ ആർക്കും ദുഃഖം പരിപൂർണമായിട്ട് മാറില്ല. അതായത് അദ്വൈത സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ടാവൂ. ജ്ഞാനികളായ എല്ലാ മഹാപുരുഷന്മാരും അദ്വൈതികളായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ദുഃഖമില്ലാതിരുന്നത്. കർമ്മം ചെയ്യുവേ തന്നെ. അപ്പൊ നമുക്ക് ജീവിച്ചിരിക്കുമ്പോ തന്നെ, കർമ്മം ചെയ്യുമ്പോ തന്നെ നമുക്ക് മനസ്സുകൊണ്ട് ആ അമൃതം അല്പാൽപമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അല്പാൽപമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട്, അതായത് കർമ്മഫലത്യാഗം ചെയ്തുകൊണ്ട് ഭഗവാനാണ് കർത്താവെന്ന് ഭാവിച്ചുകൊണ്ട് അത് നമുക്ക് ആ അദ്വയഭാവം അല്ലെങ്കിൽ അദ്വൈത ഭാവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പാടും. അതിനാണ് സർവധർമ്മ പരിത്യാഗമെന്നും ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്നും പറയുന്നത്. അതല്ലാതെ വേറെ ഒന്നും കൊണ്ടും നമുക്ക് ആ സുഖം നമുക്ക് പ്രാപ്യമാവില്ല. അർജുനൻ തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് ഇത് ഉപദേശിച്ചതെന്നും പരമമായ ഉപദേശം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കരുതെന്നും എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഭഗവാൻ ഇത് കഴിഞ്ഞിട്ട് ഉദ്ധവർക്കേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ.
അർജുനന് പറഞ്ഞു കൊടുത്ത ശേഷം പിന്നെ ഭഗവാൻ ഉദ്ധവർക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ. ഭഗവാന് ലക്ഷോപലക്ഷം ആൾക്കാരെ അറിയില്ലായിരുന്നു. പാണ്ഡവന്മാരെ തന്നെ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല ഭഗവാൻ. കാരണം അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാനുള്ളതല്ല. എങ്ങനെയുള്ളവർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഭഗവാൻ പറയാൻ പോണേ. ഇതം തേ നാതപസ്കായ നാഭക്തായ കദാചന ന ചാശുശ്രൂഷേവേ വാച്യം ന ച മാം യോ അഭ്യസൂയതി. ഇതം ഈ പരമമായ ഉപദേശം തേ നിനക്ക് കദാചന ഒരിക്കലും അപക്വമായ മനസ്സിന് പാകതയില്ലാത്തവരായ ആർക്കും ഉപദേശിക്കപ്പെടാൻ പാടില്ല. അഭക്തനായ, അതുകൊണ്ട് ഈശ്വര പ്രേമമില്ലാത്ത, ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഈശ്വരനോടുള്ള പ്രേമം. അഭക്തൻ എന്ന് വെച്ചാൽ ഈശ്വരനോട് പ്രേമമില്ലാത്തയാൾ. അതായത് നിരീശ്വരവാദിക്കൊന്നും ഭഗവത്ഗീത ഉപദേശിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. പോത്തിന് വേദമോതുന്ന പോലെ ആയി പോകും അത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈശ്വരനോട് പ്രേമമില്ലാത്തവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക്, അതുകൊണ്ടാണ് പറയണേ ചാ ശുശ്രൂഷമേ, കേൾക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് പറയണ്ട. മനസ്സിലായില്ലേ? കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത്. പിന്നെ ആരാണോ പരമാത്മാവ് എന്നെ അഭ്യസൂയതി, അഭ്യസൂയ എന്ന് വെച്ചാൽ അഹങ്കാരം നിമിത്തം വെറുക്കുന്നത്. ഈശ്വരനെ ഇഷ്ടമില്ലാത്ത എത്രയോ പേര് നമ്മൾ കണ്ടിട്ടില്ലേ? അഹങ്കാരം. നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഇഷ്ടംപോലെ എക്സാമ്പിൾസ്. അത് അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നതൊക്കെ ചോദിക്കുന്ന പാർട്ടീസ് ഉണ്ട്. അപ്പോ ഇങ്ങനെയാണ്. അങ്ങനെ അവർക്ക് അഹങ്കാരമാണ്. അഹങ്കാരം കൊണ്ട് ഭഗവാനെ നിരാകരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറയാണ്. കാരണം ഒരു കാര്യമില്ല അതുകൊണ്ട്. മനസ്സിലായില്ലേ? ഈ പരമമായ ഉപദേശം നിനക്കൊരിക്കലും മനസ്സിന് ഏകാഗ്ര ഇല്ലാത്തവനായി ഉപദേശിക്കപ്പെടാവുന്നതല്ല. മനസ്സിന് ഇത്രയധികം ഏകാഗ്ര ഉള്ളതൊക്കെ മാത്രമേ ഇത് ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഈ ഈശ്വര പ്രേമമില്ലാത്തവനും ഇത് ഉപദേശിച്ചുകൂടാ. കേൾക്കാൻ ആഗ്രഹമില്ലാത്തവനും പറഞ്ഞു കൊടുക്കരുത്. ആരാണോ പരമാത്മാവായ എന്നെ അഹങ്കാരം നിമിത്തം വെറുക്കുന്നത്, ഭഗവാന് ഇഷ്ടമില്ല, ഞാൻ നിരീശ്വരനാണ് എന്ന് പറയുന്നത്, അവനോടും ഇത് പറയാൻ പാടില്ല. ന വാച്യം, പറയരുത്. സർവധർമ്മ പരിത്യാഗത്തോടു കൂടിയ ഭാവന അഭ്യാസം എല്ലാവർക്കും എളുപ്പമല്ല. സർവധർമ്മ പരിത്യാഗമൊന്നും എല്ലാവർക്കും എന്ന് വെച്ചാൽ മാത്രമല്ല, 100 ഒരാൾക്കായിരിക്കും അത് സാധിക്കുക. 100 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ പരിത്യാഗം സാധിക്കുക. എല്ലാം ഉപേക്ഷിക്കുക, എന്നിട്ട് ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ആദ്യമായിട്ട് എന്താണ് വേണ്ടത്? മനസ്സിന് ഏകാഗ്രത ഉണ്ടാവണം. ഏകാഗ്രത ഉണ്ടെങ്കിൽ പോലും ഈശ്വര പ്രേമം ഇല്ലെങ്കിൽ കാര്യമില്ല. ഏകാഗ്രത ഉണ്ട്, ഈശ്വര പ്രേമം ഇല്ലെങ്കിൽ കാര്യമില്ല. ഈശ്വര പ്രേമം ഉണ്ടാവണം. ലോകമോഹം നിമിത്തം ചിലർക്ക് കേൾക്കുന്നതും ഇഷ്ടമില്ല. ചിലർക്ക് ഒരു മണികർണൻ എന്നൊരാള് തന്നെ ഉണ്ട്. അയാൾക്ക് ഈശ്വരനാമം കേൾക്കുമ്പോൾ അയാളെ ചെവിയുടെ അടുത്ത് മണി അടിക്കും അത്രേ. മണികർണ ഖണ്ഡൻ എന്നൊരു ഒരാളുണ്ടായിരുന്നു. അയാള് നാരായണ നാരായണ ആരെങ്കിലും പറഞ്ഞ കേട്ടോ ഉടൻ തന്നെ കിടുകിടുകിടാന്ന് പറഞ്ഞ മണി ചെവിയിൽ അടിക്കും. അയാൾക്ക് ആ നാരായണ നാമം കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മണിയുടെ ശബ്ദം കേൾക്കും. അങ്ങനെയുള്ള ആൾക്കാർ ലോകത്തിനും ഉണ്ട് ഇല്ലേ? അതുകൊണ്ട് പറയാണ്, അഹങ്കാരിക്ക് ഈശ്വരനോട് വെറുപ്പായിരിക്കും. ഇവരോടൊന്നും സർവധർമ്മ പരിത്യാഗമോ ഈശ്വര ശരണാഗതിയോ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവർക്കിത് മനസ്സിലാവുകയും ഇല്ല. പിന്നെ ആർക്കാണ് ഉപദേശിക്കേണ്ടത്? പിന്നെ ആർക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അതാണ് ഭഗവാൻ ഇനി പറയാൻ പോണത്. യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷവിധാസ്യതി ഭക്തിം മയിം പരാം കൃത്വാ മാമേ വൈഷ്യത്ത സംശയഃ. ആരാണോ ഇമം പരം ഗുഹ്യം, അങ്ങേയറ്റത്തെ രഹസ്യമയമായ ഈ സംഭവം, ഈ കാര്യം പരമാത്മാവായ എന്നിൽ പരമഭക്തി, പ്രേമത്തോടുകൂടി എന്നെ ഭജിക്കുന്നവർക്ക്, എൻ്റെ ഭക്തന്മാർക്ക് നേരിട്ട് ഉപദേശിക്കുന്നത്, അവന്റെ സംശയമെല്ലാം നീങ്ങി പരമാത്മാവ് എന്നെ തന്നെ പ്രാപിക്കുവാൻ അവന്, അതായത് ഭക്തന്മാരായ ആളുകൾക്ക് മാത്രമേ ഭഗവാന്റെ കാര്യം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ആരാണോ അങ്ങേറ്റത്തെ ഈ ശാസ്ത്ര രഹസ്യം പരമാത്മാവായ എന്നിൽ പരമപ്രേമത്തോടുകൂടി എൻ്റെ ഭക്തന്മാർക്ക് നേരിട്ട് ആർക്കാണ് ഉപദേശിക്കേണ്ടതെന്നാണ് ഭഗവാൻ പറയണത്. അതായത് ഭഗവാനിൽ പൂർണ്ണ ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ
ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമുള്ളൂ എന്നാ ഭഗവാൻ പറയണത്. അതായത് ആരാണോ അങ്ങേയറ്റത്തെ ഈ ശാസ്ത്രരഹസ്യം പരമാത്മാവായി എന്നിൽ പരമപ്രേമത്തോടുകൂടി, ഈ ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോ ഭഗവാനോടുള്ള പ്രേമം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വരണം. അങ്ങനെയുള്ള ഒരാള് എന്റെ ഭക്തന്മാർക്ക് ഇത് ഉപദേശിച്ചു കൊടുത്തോളാം. അങ്ങനെയുള്ളവര് എന്റെ ഭക്തന്മാർക്ക് ഇത് ഉപദേശിക്കുന്നത് അവർ സംശയമെല്ലാം നീങ്ങി എന്നെ തന്നെ പ്രാപിക്കും. മാമൈ വൈശ്യത്യ സംശയ, ദുഃഖ നിവൃത്തിക്കായി പരമാത്മപ്രാപ്തി ലക്ഷ്യമായി സ്വീകരിക്കുന്ന ഭഗവത് ഭക്തന്മാർക്കാണ് ഈ പരമരഹസ്യം ഉപദേശിക്കേണ്ടത്. ഭക്തന്മാരുമായി നേരിട്ട് ചർച്ച എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കും. അതായത് പരമഭക്തനായ ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാനുള്ള അവകാശമുണ്ട്. അത് കേൾക്കുന്നവരും പറഞ്ഞു കൊടുക്കുന്നവരും തമ്മിലുള്ള ചർച്ചയാണ് എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കുന്നത്. സംശയ നിവൃത്തി വരുന്നതോടെ വസ്തുബോധം ഈശ്വരബോധം ദൃഢപ്പെട്ട് സർവധർമ്മ പരിത്യാഗം സാധ്യമാകും. എല്ലാം ത്യജിക്കാൻ ഭഗവാനോട് അത്രയധികം പ്രേമം ഉണ്ടായി കഴിയുമ്പോൾ എത്രയോ പേര് സന്യസിച്ചു പോകുന്നത് അതുകൊണ്ടല്ലേ. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് പോണത് എന്തുകൊണ്ടാ? ശങ്കരാചാര്യൻ 8 വയസ്സിലാണ് പോയത്. 8 വയസ്സില് മീരാബായി എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയില്ലേ. അപ്പൊ അതുപോലെ ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് പറയാൻ ഇല്ലാത്തത്ര. വിവേകാനന്ദ സ്വാമിയെ പോലെ അതിതീക്ഷ്ണശാലിയായ ഒരാൾ, എത്ര സന്യാസി വര്യന്മാരാണ് നമ്മുടെ ഈ ഭാരതത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈശ്വരനെ സർവാത്മന ശരണം പ്രാപിക്കാൻ കഴിയും. അവർക്ക് വേറെ ഒരിടത്തും ഒരു ശരണം പ്രാപിക്കില്ല. ആരോടും ഒന്നും ആവശ്യപ്പെടില്ല, ആരോടും ഒന്നും പറയില്ല. ഭഗവാനോട് മാത്രമേ അവർക്ക് സമ്പർക്കമുള്ളൂ, അവർക്ക് സംഘമുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭക്തന്മാരുമായുള്ള ഈശ്വര ചർച്ച സാധനകൾ മുഖ്യമാണെന്ന് അറിയേണ്ടതാണ്. അതായത് ഭക്തന്മാരുമായിട്ടുള്ള ചർച്ച, അതാണ് സത്സംഗം എന്ന് പറയുന്നത്. സത്സംഗം നമ്മുടെ ഭക്തി ഊട്ടി ഉറപ്പിക്കുവാനും നമ്മൾക്ക് ഭക്തർ കൂടുതൽ ഭഗവാനോട് ഭക്തി ഉണ്ടാകാനും വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് നമ്മുടെ സ്വാമിയും എപ്പോഴും പറയും. സത്സംഗം വേണം എന്ന്, അല്ലേ? ഇതിന്റെ മഹത്വം എന്ന ഈ ഈശ്വര ചർച്ച സാധനകൾ മുഖ്യമെന്ന് അറിയുന്നതാണ്. ഈശ്വര ചർച്ച എന്ന് വെച്ചാൽ എവിടെയാണ് നമ്മൾ ഈശ്വര ചർച്ച ചെയ്യുന്നത്? സത്സംഗങ്ങളിൽ, അല്ലേ? അപ്പൊ സത്സംഗങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഭഗവാൻ പറയുകയാണ്. ഭക്തന്മാരെ തത്വഗ്രഹണത്തിന് വേണ്ടി സഹായിക്കുന്നവനെ പോലെ ഭഗവാന് പ്രിയപ്പെട്ട മറ്റൊരാളില്ലെന്ന് ആർക്കാണ് ഇത് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ളത്? ആർക്കാണ് ഗീത മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമുള്ളത്? ഭഗവാനോട് പരമപ്രേമമുള്ള ഒരു ഭക്തന്, ഭഗവാനോട് പരമപ്രേമമുള്ള, ഇതിൽ ഓരോ വാക്കും അമൃത നിശ്ചിന്തയായിട്ട് കാണുന്ന ഒരു ഭക്തന് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഭഗവാൻ പറയാണ്, ഭഗവാൻ ഏറ്റവും ഇഷ്ടമാരെയാണ്? മറ്റുള്ളവരെ തത്വഗ്രഹണം, ഭഗവത്ഗീതയിലെ തത്വഗ്രഹണം, ഭഗവാൻ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവർ, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരെ പോലെ ഭഗവാന് പ്രിയപ്പെട്ട മറ്റൊരാളില്ല. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യേണ്ട എന്താണ്? നമുക്ക് ഏത് കാര്യം നമുക്ക് ഭഗവാനെ പറ്റി അറിയാമെങ്കിലും, അത് കൃഷ്ണനാവട്ടെ, രാമനാവട്ടെ, സായി ആവട്ടെ, ശിവസായി ആവട്ടെ, ആരെ പറ്റി ആയിക്കോട്ടെ, അവരുടെ മഹത്വം, അവര് പറഞ്ഞു തന്നിട്ടുള്ള പാഠങ്ങൾ, അവരുടെ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി നമുക്ക് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. പ്രസംഗമാണോ പ്രസംഗം, പാട്ടാണോ പാട്ട്, എഴുത്താണോ എഴുത്ത്, ഏത് രീതിയിലാണ് നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം, അതായത് കേൾക്കാൻ ഇഷ്ടമുള്ളവരും ഭഗവാനോട് ഭക്തിയുള്ളവരുമായവർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രം അത് പറഞ്ഞു കൊടുക്കുന്നവരെ ഭഗവാന് വലിയ ഇഷ്ടമാണ്. അപ്പം ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സേവനങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവർക്ക് ഭഗവത് മഹിമയും ഭഗവത് തത്വങ്ങളും പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതാണ് ഭഗവാൻ പറഞ്ഞു, എന്നുവെച്ചാ തസ്മാൻ മനുഷ്യേഷു കശ്ചിത് പ്രിയകൃത്തമഃ ഭവിദാന ച മേ തസ്മാ അന്യപ്രിയതരോ ഭുവി. ഈ ഭുവനത്തിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ തസ്മാത്, എന്റെ ഈ പരമമായ രഹസ്യം, അതായത് ഭഗവാനെ പറ്റി അത്രേ ഉള്ളൂ. രഹസ്യം എന്നൊക്കെ പറയേണ്ട അർത്ഥം അത്രേ ഉള്ളൂ. ഭഗവാന്റെ മഹിമ, ഭഗവാന്റെ തത്വം, ഭഗവാന്റെ സന്ദേശം അത് ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നവനേക്കാളും മേ, എനിക്ക് പ്രിയകൃത്തമ, അങ്ങേ അറ്റത്ത് പ്രിയം ചെയ്യുന്നവൻ, എനിക്ക് ഏറ്റവും വലിയ പ്രീതികരമായ സേവനം ചെയ്യുന്നവൻ, എന്റെ തത്വങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ്. ന കശ്ചിത്, ആരുമില്ല തന്നെ, ഭുവി, ഈ ഭൂമണ്ഡലത്തിൽ, തസ്മാത്, അവനേക്കാളും, പ്രിയതര അന്യഹ, പ്രിയപ്പെട്ട മറ്റൊരാൾ എനിക്ക് ന ഭവിത, എനിക്ക് ഉണ്ടാവുകയേ ഇല്ല. അതായത്
നമ്മുടെ ആചാര്യന്മാരൊക്കെ അപ്പൊ ഭഗവാൻ എത്ര പ്രിയപ്പെട്ടവരാണെന്ന് ആലോചിച്ചോളൂ. അവരെല്ലാവരും തന്നെ ഏത് സമയവും എത്ര നേരമാണ്, അവരൊക്കെ എന്തുമാത്രം പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് ഭഗവാനെ അത്രയധികം സ്നേഹിച്ചുകൊണ്ട് ഭഗവാന്റെ തത്വങ്ങളും ഭഗവാനെ പറ്റി ഭാഗവതമായാലും ഭഗവത്ഗീതയായാലും നാരായണീയമായാലും ഏത് തന്നെയും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു മഹാപുണ്യ കർമ്മം അത് ചെയ്യുന്നവരെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവത് പ്രിയം, ഭഗവതത്വം അത്യന്തം ലളിതമാണ്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. വസ്തു എന്ന് വെച്ചാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നതാണ് തത്വം. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അദ്ദേഹം സർവ്വവ്യാപിയാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് ഓൺലി വൺ ലാംഗ്വേജ്, ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ഭാഷ. ദർ ഈസ് ഓൺലി വൺ റിലിജിയൻ, എന്താണ്, പ്രേമത്തിന്റെ മതം. ദർ ഈസ് ഓൺലി വൺ ഗോഡ് ഈസ് ഓംനി പ്രസന്റ്. ഒറ്റ ഈശ്വരനേ ഉള്ളൂ, അദ്ദേഹം സർവ്വവ്യാപിയാണെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത്യന്തം സരളമാണ്, അത് അനുഭവിക്കുവാനുള്ള എല്ലാ ഭേദചിന്തകളും വെടിഞ്ഞ് സർവത്ര ഭഗവാനെ മാത്രം കണ്ട് ശരണം പ്രാപിക്കുക. പക്ഷേ മായാമോഹം നിമിത്തം അതറിയാതെയും അതിനെ പ്രാപിക്കുവാനുള്ള വഴി അറിയാതെയും സകലരും കുഴങ്ങുന്നു. അങ്ങനെയുള്ള ലോകത്ത് അത്യാകാംക്ഷയുള്ള ഭക്തന്മാർക്ക്, അതായത് ആഗ്രഹമുണ്ടെങ്കിലും അറിയുവാനുള്ള വഴി അറിയില്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയുള്ള ഭക്തന്മാർ ഒരുപാട് ഈ ലോകത്തുണ്ട്. അവർക്ക് അത്യാകാംക്ഷയുള്ള അങ്ങനെയുള്ള ഭക്തന്മാർക്ക് അനുഭവമാകത്തക്കവണ്ണം ഈ തത്വം ഉപദേശിക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. അതായത് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പം അവരവിടെ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നണം. ആ മാതിരി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അത് ഭഗവാൻ ഏറ്റവും പ്രിയകരമാവും. അതിൽ കവിഞ്ഞ മറ്റൊരു പ്രിയം തനിക്ക് വേറെ ആരുമില്ലെന്നാണ് ഭഗവാന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെയാണ് നാരദനെ പോലെ ഉള്ളവർ നിരന്തരം ഇതിൽ വ്യാപൃതരായി ലോകമെങ്ങും നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കൃഷ്ണാർജുന സംവാദ രൂപമായ ഈ ഗീതാശാസ്ത്രം നിരന്തരം പഠിച്ച് മനനം ചെയ്യുന്നവനും തനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ ഇനി പറയുന്നു. അതായത് ഭഗവത് കഥകൾ, ഭഗവത് സന്ദേശങ്ങൾ, ഭഗവത് തത്വങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് തങ്ങളുടെ ജീവിതം ധന്യമാക്കുന്ന എല്ലാവരെയും ഭഗവാൻ വളരെ പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ഈ ഗീതാ തത്വം, അവരുടെ സംഭാഷണം, കൃഷ്ണാർജുന സംഭാഷണം ആണ് ഭഗവത്ഗീത. അത് പറഞ്ഞു കൊടുക്കുന്നവരെയും ഭഗവാന് വളരെ പ്രിയമാണെന്ന് ഭഗവാൻ പറയുന്നു. അതാണ് എന്താ, അദ്ദേശന്തേ ജയസ് ഇതം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ട സ്വാമി ദിമേമതി. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാരെല്ലാം ധാരാളം ഗീതായജ്ഞങ്ങൾ ഒരുപാട്, നമ്മുടെ നാട്ടിലെ ഏറ്റവും ആദ്യമായിട്ട് ഈ ഗീതാ പുസ്തകത്തെ പ്രസിദ്ധമാക്കിയത് ആരാണെന്നറിയാമോ? ചിന്മയാനന്ദ സ്വാമി. അദ്ദേഹമാണ് ഗീതായജ്ഞം ലോകം എമ്പാടും പരത്തിയ ആദ്യത്തെ വ്യക്തി. അദ്ദേഹമാണ് ഗീതായജ്ഞം തുടങ്ങി. അദ്ദേഹം പറയുന്ന ട്യൂണിലാണ് നമ്മൾ ഗീത പറയുന്നത്. ചിന്മയ മിഷന്റെ ആ ട്യൂണാണ് നമ്മളൊക്കെ ഗീത പറയുന്നത്. എന്ന് വെച്ചാൽ ചിന്മയാനന്ദ സ്വാമിയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന്റെ അതിസുന്ദരമായ പ്രഭാഷണം ലോകമെമ്പാടുമുള്ള ആൾക്കാര് ഗീതയെ പറ്റി ഇത്ര അറിഞ്ഞത് അദ്ദേഹത്തിലൂടെയാണ്. അപ്പം ആരാണോ ഈശ്വരപ്രാപ്തിക്ക് ഉപകരിക്കുന്ന നമ്മുടെ സംഭാഷണം, നമ്മുടെ രണ്ടുപേരുടെയും സംഭാഷണം പഠിച്ച് മനനം ചെയ്യുന്നത്, പഠനരൂപമായ ആ ജ്ഞാനയജ്ഞം കൊണ്ട് തന്നെ ഞാൻ അവന് പ്രിയപ്പെട്ടവനായി ഭവിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനായി തീരും. കാരണം നമ്മൾക്ക് ഇനിയിപ്പോ അഥവാ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, വേണ്ട, നമ്മൾ തന്നെ ഇരുന്നിട്ട് ഈ ജ്ഞാനയജ്ഞം, ഭഗവാന്റെയും അർജുനന്റെയും സംഭാഷണം വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചുകൊണ്ട് മനനം ചെയ്യണം. അതിനെപ്പറ്റി ആലോചിച്ച് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പരിചിന്തനം ചെയ്ത് പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഭഗവാന് നമ്മൾ വളരെ പ്രിയപ്പെട്ടവരായി തീരും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഗീതാ പഠനം എന്ന് പറയുന്നത് ജ്ഞാനയജ്ഞമാണ്. ഈശ്വരപ്രാപ്തിക്കായി അനുഷ്ഠിക്കുന്ന എല്ലാ സാധനങ്ങളും യജ്ഞങ്ങളാണെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ദ്രവ്യയജ്ഞങ്ങളുടെ വെച്ച് ജ്ഞാനയജ്ഞം, അതായത് ദ്രവ്യയജ്ഞങ്ങളിൽ വെച്ച് ജ്ഞാനയജ്ഞം ശ്രേഷ്ഠമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള യജ്ഞങ്ങളെക്കാൾ എല്ലാവരും, ദ്രവ്യയജ്ഞം വെച്ചാൽ വസ്തുക്കളുമായിട്ടുള്ള ബന്ധമുള്ള യജ്ഞങ്ങൾ, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠം ഈ ജ്ഞാനയജ്ഞമാണ് എന്നാണ് ഭഗവാൻ. ദ്രവ്യയജ്ഞം എന്ന് വെച്ചാൽ നമ്മള് യാഗങ്ങളും പൂജകളും ഒക്കെ ധാരാളം ചെയ്യുന്നില്ലേ, അതിനാണ് ഒരുപാട് ദ്രവ്യങ്ങൾ ആവശ്യമുണ്ട് അതിന്.
ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്ന ജ്ഞാനയജ്ഞത്തിന് എന്തിനാ ഒരു ദ്രവ്യവും വേണ്ട, ഒരു പുസ്തകം മാത്രം, ഭഗവാന്റെ പുസ്തകവും മനസ്സും അതിനുള്ള ശ്രദ്ധയും ഭക്തിയും കേൾക്കാൻ ആളുമുണ്ടെങ്കിൽ ജ്ഞാനയജ്ഞം, ഗീതാ ജ്ഞാനയജ്ഞം നമുക്ക് ചെയ്യാം അല്ലേ. ജ്ഞാനത്തിന്റെ ദിവ്യപ്രകാശം പകർന്നു തന്നെ ശാസ്ത്ര ഗ്രന്ഥമാണ് ഗീത. ആ സ്ഥിതിക്ക് അത് പഠിച്ച് മനനം ചെയ്യുന്നവനും ഭഗവാനും അവനും പരസ്പരം പ്രിയമുള്ളവരായി തീരുന്നു. അതായത് നമ്മൾ പഠിച്ച് സ്വയം മനനം ചെയ്താലും ഭഗവാൻ ഏറ്റവും പ്രീതികരമാവും. അതുകൊണ്ടാണ് നമ്മൾ ഭഗവത്ഗീതയിലെ ഒരു ചാപ്റ്ററോ ഒരു ശ്ലോകമോ ദിവസവും പഠിക്കുക. ദിവസവും പഠിച്ചിട്ട് നമ്മൾ തന്നെ അതിനെപ്പറ്റി ആലോചിക്കുക, അതിന്റെ അർത്ഥമൊക്കെ പഠിച്ച് ആലോചിച്ച് ചെയ്യുക. അതിനിടയ്ക്ക് അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. അടുത്തത് ശ്രദ്ധാവാൻ അനസൂയന്തശ്ച സ്നുയാഭിയോദമഃ സോഭി മുക്ത ശുഭാൻ ലോകാൻ പ്രാപ്നുയാൻ പുണ്യകർമ്മണാം. അപ്പൊ ഇനി പറയുന്നവർക്ക് മാത്രമല്ല ഭഗവാൻ പറയുന്നത്, ശ്രദ്ധയോടെ കേൾക്കുന്നവരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഒരുപാട് ശ്രവണം നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ കേൾക്കാൻ പോകുന്നില്ലേ, അതും ഭഗവാൻ ഇഷ്ടമാണെന്ന് ഭഗവാൻ പറയണം. പറഞ്ഞു തരുന്നവരെ മാത്രമല്ല, അത് കേൾക്കുന്നവരെയും എനിക്ക് വളരെ ഇഷ്ടമാണ്. ശ്രദ്ധാവാൻ, തികഞ്ഞ സത്യാന്വേഷണ ബുദ്ധിയുള്ളവനും അനസൂയ, അഹങ്കാരമോ അസൂയോ ഇല്ലാതെ, ഈശ്വരനില് വെറുപ്പൊന്നുമില്ലാതെ ഈശ്വരനോട് പ്രേമത്തോടുകൂടി ആരാണോ ഈ ഗീതാ ശാസ്ത്രം കേൾക്കാൻ മുതിരുന്നത്, പാപവിമുക്തനായി പുണ്യം ചെയ്തവർക്കുള്ള ശുഭലോകങ്ങളിൽ, മംഗളകരമായ ലോകങ്ങളിൽ അവർ പ്രാപിക്കും. തികഞ്ഞ സത്യാന്വേഷണ ബുദ്ധിയുള്ളവനും അഹങ്കാരം കൊണ്ട് ഈശ്വരതത്വത്തിൽ വെറുപ്പ് തോന്നാത്തവനുമായ ഏതു മനുഷ്യനാണോ ഈ ഗീതാശാസ്ത്രം കേൾക്കാനും മുതിരുന്നത്, അവനും പാപമുക്തനായി പുണ്യം ചെയ്തവർക്കുള്ള മംഗളകരമായ ലോകങ്ങളെ പ്രാപിക്കാൻ ഇടവരുന്നു. അങ്ങനെയുള്ളവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ശ്രവണഫലം, അതായത് കേവല ശ്രവണം പോലും പാപവിമുക്തിക്കും പുണ്യലോക പ്രാപ്തിക്കും കാരണമായി തീരും. എനിക്കൊരു കഥ ഓർമ്മയുണ്ട്. എനിക്ക് ഒരുപാടെണ്ണം അറിയായിരുന്നു, പക്ഷെ മറന്നുപോയി. ഒരു ദിവസം ഒരു തത്ത ഒരു ശ്മശാനത്തിൽ ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ തത്ത താഴേക്ക് വീണു. താഴേക്ക് വീണപ്പം ഒരു തലയോടായിരുന്നു അത്. തലയോട് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. കൊച്ചു തത്തയല്ലേ, വെള്ളത്തിൽ വീണത് മരിച്ചുപോയി. അത് മരിച്ചു പോയതും പുഷ്പക വിമാനം, ഭഗവാന്റെ പാർഷദന്മാര്, വിഷ്ണു പാർഷദന്മാര് വന്ന് തത്തയുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് അവിടെ എത്തി. അപ്പൊ തത്ത ആശ്ചര്യപ്പെട്ടു, എനിക്ക് എന്തിനാണ് ഇത്ര വലിയൊരു പുണ്യം കിട്ടാനുള്ള കാരണം? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, പിന്നെ എന്തുകൊണ്ടാണ് വിഷ്ണു ലോകത്തേക്ക് പോവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതെന്ന് തത്തയുടെ ആത്മാവ് വിഷ്ണു പാർഷദന്മാരോട് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയുകയാണ്, അതോ നീ വീണ വെള്ളം ഒരു തലയോട്ടിലല്ലേ കടന്നത്, നിനക്ക് നിന്റെ ശരീരം നീ ഉപേക്ഷിക്കാൻ ഇടയായത് ഒരു തലയോട്ടിൽ വീണ വെള്ളത്തിൽ നിന്ന് മുങ്ങി മരിച്ചത് കൊണ്ടല്ലേ. ആ തലയോട് ആരുടേന്നറിയാമോ? നിരന്തരം ഗീതാ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന, ഗീതാ കഥനം ചെയ്തുകൊണ്ടിരുന്ന, ഗീതാ ശ്രവണം ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാത്മാവിന്റെ തലയോടായിരുന്നു അത്. ആ തലയോടിൽ വീണത് കൊണ്ടാണ് നിനക്കിപ്പം വിഷ്ണുലോകം പ്രാപിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അപ്പൊ നോക്കൂ എത്ര ശ്രേഷ്ഠമാണ്. അത്ര ജ്ഞാനിയായ ഒരു മനുഷ്യന്റെ തലയോട് പോലും നമ്മളൊന്ന് കണ്ടാൽ മതി, നമുക്ക് വിഷ്ണു പ്രാപ്തി ഉണ്ടാവും. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഗീത, ഭഗവത്ഗീത. ഭഗവാന്റെ പാട്ടല്ലേ, അത് ശ്രേഷ്ഠമാവാതിരിക്കോ? തികഞ്ഞ സത്യാന്വേഷണം. അപ്പൊ ശ്രവണഫലം എന്താണ്? കേവല ശ്രവണം കൊണ്ട് പോലും പാപവിമുക്തിക്കും പുണ്യലോക പ്രാപ്തിക്കും കാരണമായി തീരും. പുണ്യലോകാനുഭവം തീർന്നാലും ഗീതാശ്രവണ സംസ്കാരം അയാളെ സത്യദർശികളുടെ കുലത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ ഗീതാശ്രവണം ചെയ്ത് ഇങ്ങനെ മരിച്ചു പോയെന്നിരിക്കട്ടെ, അപ്പൊ നമ്മുടെ സത്യദർശനം നമുക്ക് ലഭിച്ചില്ല. അപ്പൊ നമുക്ക് എന്ത് പറ്റും? നമുക്ക് അങ്ങനെയുള്ള ശ്രേഷ്ഠരായ ഭക്തരായവരുടെ കുടുംബങ്ങളിൽ അടുത്ത ജന്മം ലഭിക്കും. അപ്പൊ നമുക്ക് വീണ്ടും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എവിടെ നിർത്തി വെച്ചോ അവിടുന്ന് വീണ്ടും നമുക്ക് തുടങ്ങാൻ പറ്റും. ഇങ്ങനെ ഫലപ്രഖ്യാപനവും ഭഗവാൻ തന്നെ ചെയ്തു കഴിഞ്ഞു. താൻ പറഞ്ഞതൊക്കെ അർജുനനിൽ അല്പമെങ്കിലും ഫലിച്ചോ എന്ന് ചോദിക്കാനാണ് ഇനി പോകുന്നത്. അർജുന, ഇതൊക്കെ പറഞ്ഞു വല്ല പ്രയോജനം ഉണ്ടോ അർജുന എന്ന് ചോദിക്കാൻ പോവാണ് ഭഗവാൻ. കച്ചിദേതശ്രുതം പാർത്ഥ തയ്യേകാഗ്രേണ ചേതസാ കശ്ചിദജ്ഞാന സമ്മോഹ
പനഷ്ടസ്തേ ധനഞ്ജയ. അല്ലയോ പാർത്ഥ, ത്വയാ നിന്നാൽ ഏകാഗ്രേണ ചേതസ, വളരെ വളരെ ഏകാഗ്രതയോടു കൂടിയാണ് അർജുനൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പതറിപ്പോയിട്ടേ ഇല്ല. വളരെ ഏകാഗ്രതമായ ചിത്തത്തോടു കൂടി ഞാനീ പറഞ്ഞതൊക്കെ നീ കേട്ടു. ധനഞ്ജയ, അല്ലയോ അർജുന, നിന്റെ അജ്ഞാന സമൂഹം കൊണ്ടാണല്ലോ പിന്നെ വിവശനായി വീണു പോയത്. അതൊക്കെ മാറിയോ? അജ്ഞാനം കൊണ്ടായ സംഘമോഹം, അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, ഞാൻ എന്റേതെന്നുള്ള മമതാ ബന്ധമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. മാറിക്കിട്ടിയോ അർജുന എന്ന് ചോദിക്കുകയാണ്. അല്ലയോ കുന്തിപുത്ര, നിന്നാൽ ഏകാഗ്രപ്പെട്ട ചിത്തത്തോടുകൂടി കേട്ട് ഞാനീ പറഞ്ഞതെല്ലാം നീ കേൾക്കുവോ? അല്ലയോ അർജുന, നിന്റെ അജ്ഞാനം കൊണ്ടായ സംശയങ്ങളൊക്കെ തീർന്നുവോ എന്ന് ചോദിക്കുകയാണ്. മായാമോഹം കൊണ്ട് ബദ്ധമായ ഹൃദയത്തിന് ആധ്യാത്മശാസ്ത്ര വിവരണം ഏകാഗ്രമായി കേൾക്കാൻ പോലും കഴിയുകയില്ല. അർജുനൻ എന്താണ് ചെയ്തത്? മായാമോഹം കൊണ്ടാണ് വിവശനായി അവിടെ ഇരുന്നിരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ചോദിക്കുന്നത്, നീ ഏകാഗ്രതയോടെ കേട്ടോ അർജുന എന്ന്. മനസ്സിലായില്ലേ? കേട്ടാലല്ലേ വ്യക്തമായി ഗ്രഹിക്കാൻ, കേട്ടിട്ട് വേണ്ടേ ഗ്രഹിക്കാൻ, കേട്ടാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് കേട്ടാലല്ലേ ഗ്രഹിക്കുന്ന പ്രശ്നം ഉദിക്കുന്നുള്ളൂ. കേൾക്കുന്ന കാര്യത്തിലും ഏകാഗ്രത കിട്ടിയാൽ പിന്നെ ആ സംസ്കാരം തുടർന്ന് ശക്തി പ്രാപിച്ചുകൊള്ളും. കേൾക്കുമ്പോൾ ഏകാഗ്രത ഉണ്ടെങ്കിൽ മനനത്തിലും ഏകാഗ്രത ഉണ്ടാവും. അർജുനന് അതെങ്കിലും സാധ്യമായോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അർജുന, നീ ശ്രദ്ധയോടെ കേട്ടോ അർജുന എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കൊണ്ട് തന്നെ അർജുനന്റെ സത്യസാക്ഷാത്കാര അനുഭവം, അതായത് ഭഗവാൻ ഈ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത്? പെട്ടെന്ന് ഇതെല്ലാം ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ച് പെട്ടെന്ന് അങ്ങോട്ട് ബ്രഹ്മനിഷ്ഠനൊന്നും ആവാൻ പോകുന്നില്ല അർജുനനെന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ പറയാണ്, സത്യസാക്ഷാത്കാരം ഒന്നും ഉടനെ തന്നെ അർജുനൻ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഭഗവാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ തന്നെ അർജുനൻ അങ്ങ് ബ്രഹ്മനിഷ്ഠനായിട്ട് കർമ്മയോഗിയായിട്ട് മാറുന്നൊന്നും ഭഗവാന് യാതൊരു പ്രതീക്ഷയുമില്ല. അത് ഭഗവാൻ വിചാരിക്കുന്നില്ല, അങ്ങനെ ചെയ്യണമെന്നും വിചാരിക്കുന്നില്ല. കാരണം ഭഗവാന് അർജുനന്റെ വാസന എന്താണ് വാസന എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അജ്ഞാനം മാറിയോ എന്നല്ല ചോദ്യം, അജ്ഞാനം കൊണ്ടുണ്ടായ സംഘമോഹം, അജ്ഞാനം അത്ര പെട്ടെന്ന് മാറാൻ പറ്റില്ലല്ലോ. അജ്ഞാനം കൊണ്ടായ സംഘമോഹം, അതായത് ഞാനാണ് എന്റേതാണ് എന്നുള്ള ഭാവം, അത് മാറിയോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അത് മാറിക്കിട്ടിയാൽ പിന്നെ കർമ്മത്തെ കർമ്മയോഗമാക്കി സത്വാന്വേഷണം സമർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? എൻ്റെ എന്നുള്ള ഭാവത്തോടുകൂടി, ഞാൻ എന്നുള്ള ഭാവത്തോടുകൂടി നമ്മൾ എല്ലാത്തിലും പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഫ്രീഡം ഉണ്ടാവാത്തത്. അപ്പം അർജുനൻ അങ്ങനെ അതെങ്കിലും കിട്ടിയാൽ, ആ സംഘം മാറി കിട്ടുവാണെങ്കിൽ അർജുനൻ കാലക്രമേണ പെട്ടെന്ന് തന്നെ ആ ശരിയായ പാതയിലോട്ട്, അതായത് കർമ്മഫലത്യാഗത്തിലൂടെ കർമ്മയോഗിയായിട്ട് മാറാനുള്ള ആ പാതയിലേക്ക് അർജുനൻ പ്രവേശിക്കും എന്ന്. അത് മാത്രമേ ഭഗവാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും ഭഗവാൻ പെട്ടെന്ന് തന്നെ അർജുനനെ ഈ ഈശ്വര സാക്ഷാത്കാര പ്രാപ്തനാക്കുന്നില്ല. ഭഗവാൻ പറയുന്നത് അതിലേക്കുള്ള മാർഗത്തിലേക്ക് നീ ചരിക്കുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഭഗവാനുമുള്ളൂ. ഭഗവാൻ പ്രതീക്ഷിച്ചത് തന്നെ നടന്നു എന്ന് അർജുനന്റെ മറുപടി. ഭഗവാൻ ചോദിച്ചു, അർജുന എല്ലാം മനസ്സിലായോ, നീ കേട്ടോ, കേട്ടിട്ട് കുറച്ചെങ്കിലും ഗ്രഹിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോ അർജുനൻ മറുപടി പറയാണ്. അർജുന ഉവാച നഷ്ടാമോഹസ്മൃതിർലബ്ധ്വാ തത്പ്രസാദായച്യുതാ സിതോ അസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. നഷ്ടോ മോഹസ്മൃതിർലബ്ധ്വാ തത്പ്രസാദായ അച്യുതാ സിതോ അസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഞാൻ നീ പറഞ്ഞതുപോലെ ചെയ്തോളാം. കരിഷ്യേ വചനം തവ, ഞാൻ നീ പറയുന്നതെല്ലാം ചെയ്തോളാം. എന്തുകൊണ്ട്? അല്ലയോ കൃഷ്ണ, നിന്റെ പ്രസാദം കൊണ്ട്, നിന്റെ അനുഗ്രഹം കൊണ്ട്, തത്പ്രസാദാത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മോഹനഷ്ടം, എന്റെ മനോമോഹങ്ങളൊക്കെ മാറി, എന്റെ മമതാ ബന്ധങ്ങളൊക്കെ മാറി, സത്യം എന്താണെന്ന് എനിക്ക് മാറി മനസ്സിലായിരിക്കുന്നു. സ്മൃതി, ഞാനും മറ്റും ജഡദേഹമല്ല ആത്മാവാണ് എന്ന ഓർമ്മ ലബ്ധ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ബോധം എനിക്കുണ്ടായിരിക്കുന്നു. ഗതസന്ദേഹ, ഇക്കാര്യത്തിൽ സംശയം തീർന്നവനായി സ്ഥിത അസ്മി, ഞാനിപ്പോൾ ഭവിച്ചിരിക്കുന്നു. തവ വചനം, അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യൂ എന്ന അങ്ങയുടെ വാക്ക് ഞാൻ തീർച്ചയായിട്ടും പാലിക്കുന്നതാണ്. അല്ലയോ കൃഷ്ണ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ
മമതാമോഹം ഇല്ലാതെയായിരിക്കുന്നു. എന്നാൽ ഞാനും മറ്റുള്ളവരും ജഡദേഹമല്ല ആത്മാവാണ് എന്ന ഓർമ്മ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യത്താൽ സംശയം തീർന്നവനായി ഞാൻ ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ എന്ന് അങ്ങ് എന്നോട് ഉപദേശിച്ചില്ലേ, അത് കരിഷ്യേ വചനം തമ, നിന്റെ വാക്ക് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു കൊള്ളാം എന്ന് പറയണം. സ്മൃതിർ ലബ്ധ, ഓർമ്മ വന്നു എന്ന്. ഞാനും മറ്റുള്ളവരും ദേഹമല്ല ആത്മാവാണ് എന്ന സിദ്ധാന്തം പരോക്ഷജ്ഞാനം ഉറപ്പുവന്ന എന്നർത്ഥം. അതായത് സന്ദേഹമേ ഇല്ല. എന്നാൽ അനുഭവജ്ഞാനം അപരോക്ഷജ്ഞാനം. ഭഗവാൻ പറഞ്ഞതൊക്കെ കേട്ടപ്പം ആ ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നീ അത് അനുഭവത്തിൽ വരുത്തണം, പ്രവൃത്തിയിൽ വരുത്തണം. അപരോക്ഷജ്ഞാനം എന്ന് പറയാം അതിന് വരാത്തിടത്തോളം കാലം ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും, ഇടയ്ക്കിടയ്ക്ക് വിസ്മൃതിയും മോഹഭംഗങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അർജുനന്റെ ഇനിയുള്ള ജീവിതം അതിന് തെളിവാണ്. പക്ഷേ ഈ പരോക്ഷ ജ്ഞാനത്തിന്റെ കർമ്മയോഗമാക്കാനുള്ള കഴിവുണ്ട്. അതാണ് അർജുനൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചോളാം എന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്. ഞാൻ നീ പറഞ്ഞതുപോലെ കേട്ടോളാം എന്ന് പ്രതിജ്ഞ ചെയ്തത് അതുകൊണ്ടാണ്. പിന്നെ യോഗനിരതനായ അർജുനന്റെ കർമ്മവാസന ക്രമേണ ക്ഷയിച്ച് ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു. കാലം കൊണ്ട് പവിത്രമായ അർജുന ഹൃദയം തനിക്ക് തത്വോപദേശം ചെയ്ത്, എപ്പോഴാണ് അർജുനൻ പൂർണ്ണമായിട്ടും ആ തത്വോപദേശം ഉൾക്കൊണ്ടതെന്ന് അറിയാമോ? ഭഗവാൻ പോയ ശേഷം. കാലം കൊണ്ട് പവിത്രമായ അർജുന ഹൃദയം തനിക്ക് തത്വോപദേശം ചെയ്ത ഗുരുവിന്റെ, കൃഷ്ണനെ ഗുരുവായിട്ട് കാണുവാണ്, വംശത്തിന് വന്നു ചേർന്ന ദുരന്തം കേട്ട് ഞെട്ടി. യദുവംശം നശിച്ചു പോയത് കേട്ട് ഞെട്ടിപ്പോയി. സർവോപരി തന്റെ സർവസ്വവുമായിരുന്ന ഗുരുവായ കൃഷ്ണന്റെ വേർപാട് അർജുന ഹൃദയത്തെ വല്ലാതെ മഥിച്ചു. ജീവിതത്തിന്റെ നിസ്സാരത സവ്യസാചിക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യമായി. സവ്യസാചി എന്ന് വെച്ചാൽ എന്താർത്ഥം? രണ്ട് കൈ കൊണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് അമ്പുകൾ അയക്കാൻ സാമർഥ്യമുള്ളവൻ, രണ്ടു കൈയും ഉപയോഗിച്ച് അങ്ങനെ ഒരുപാട് അമ്പുകൾ ഒരുമിച്ച് അയക്കാൻ പ്രാപ്തിയുള്ളവൻ. അങ്ങനെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹവും നിറഞ്ഞു കവിഞ്ഞ് ഗീതോപദേശത്തിലെ ധരിച്ച ആത്മതത്വം അന്നാണ് ആ ഭഗവാൻ പോയി എന്നറിഞ്ഞ നിമിഷത്തിലാണ് ഗീതോപദേശത്തിലെ ആത്മതത്വം അർജുനന് പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടുന്നത് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിലാണല്ലോ പിന്നെ അർജുനനെ പറ്റി പറയുന്നത്. അപ്പം യുദ്ധകളത്തിൽ വെച്ച് ഭഗവാൻ ഉപദേശിച്ച ജ്ഞാനം കാലം, കർമ്മം, അവിദ്യ എന്നിവ കൊണ്ട് തടയപ്പെട്ടിരുന്നു. ആ ജ്ഞാനം അർജുനനെ പ്രത്യക്ഷമായി അനുഭവിക്കുവാൻ അവസരമുണ്ടായി. അതുകൊണ്ട് ഇവിടെ സ്മൃതിർ ലബ്ധ്വ, എനിക്ക് ഓർമ്മ വന്നു എന്നതിന് പരോക്ഷ ജ്ഞാനം ഉറപ്പു വന്നു എന്നാണ് അർത്ഥം. അത്രയും പറഞ്ഞപ്പോ ഭഗവാനും അർജുനനും തമ്മിലുള്ള സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സഞ്ജയൻ ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. വ്യാസദേവൻ ധൃതരാഷ്ട്രരാണ് പറഞ്ഞത്. വ്യാസദേവൻ ധൃതരാഷ്ട്ര മകനാണല്ലോ. പറഞ്ഞു, നിനക്ക് ഞാൻ ജ്ഞാനദൃഷ്ടി തരാം, അന്ധനാണല്ലോ, ജ്ഞാനദൃഷ്ടി തരാം, നിനക്കിതെല്ലാം കാണാനും കേൾക്കാനും സാധിക്കുന്നു. അപ്പം ധൃതരാഷ്ട്രന് വേണ്ട, ഒരു കാഴ്ചയും ഇതുവരെ കാണാത്ത എനിക്ക് ഈ ഘോരമായ കാഴ്ച കാണാനുള്ള ശക്തി ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാ ജ്ഞാനദൃഷ്ടി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്തും മന്ത്രിയുമായ സഞ്ജയന് കൊടുക്കുകയാണ്. അപ്പൊ സഞ്ജയൻ വളരെ ശ്രേഷ്ഠനായ ഒരു പുരുഷനുമായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഭക്തനും വളരെ ശ്രേഷ്ഠനും വളരെ ജ്ഞാനിയും തന്നെ പറയാവുന്ന ഒരാളായിരുന്നു സഞ്ജയൻ. അപ്പം സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് അത് കണ്ടിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാം വിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ധൃതരാഷ്ട്ര മുമ്പില് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഗീതാഭാഗം ഉപസംഹരിക്കുകയാണ് ആര് ചെയ്യുന്നത്? സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദം ഇവം സൗഷം അത്ഭുതം രോമഹർഷണം. അഹം സഞ്ജയനായ ഞാൻ ഇത് ഇപ്രകാരം വാസുദേവസ്യ ഭഗവാൻ കൃഷ്ണന്റെയും മഹാത്മാനായ പാർത്ഥസ്യ മഹാത്മാവായ പാർത്ഥന്റെയും അത്ഭുതവും ആശ്ചര്യകരമായ സംവാദം കേട്ടിട്ട് എനിക്ക് രോമഹർഷണം ഉണ്ടാകും, എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു, ഈ സംഭാഷണം ഞാൻ കേട്ടത് കൊണ്ട് എനിക്ക് രോമാഞ്ചം ഉണ്ടാവണമെന്ന് ധൃതരാഷ്ട്രോട് പറയാണ്. സഞ്ജയനായ ഞാൻ ഇപ്രകാരം കൃഷ്ണന്റെയും മഹാത്മാവായ അർജുനന്റെയും ആശ്ചര്യകരവും രോമാഞ്ചപ്രദവുമായ സംഭാഷണം കേൾക്കുകയുണ്ടായി. അത്ഭുതം രോമഹർഷണം. ആത്മാർത്ഥമായ സത്യജിജ്ഞാസയ്ക്കുള്ള ഒരാൾക്ക് ഭഗവാന്റെ ഗീതോപദേശം പോലെ ആശ്ചര്യകരവും രോമാഞ്ചപ്രദവുമായ മറ്റൊന്ന് ഈ ലോകത്തില് ഇല്ലെന്ന് ആവർത്തിച്ചു കേട്ട് ചിന്തിക്കുന്തോറും ആശ്ചര്യകരമെണ്ണം ജീവിതത്തിന്റെ പരമരഹസ്യം ഇത് വെളിപ്പെടുത്തി തരുന്നു.
കൂടുതൽ കൂടുതൽ സത്യം വെളിപ്പെടും തോറും എങ്ങനെയാണ് പുളകം അണയാതിരിക്കുക? സത്യം ഭഗവാനെ പറ്റി ഓരോന്ന് ഓർക്കും തോറും നമുക്ക് ഭഗവാന്റെ ഓരോ വാക്ക് ഇത്ര മധുരോധാരനായിട്ടാണ് ഭഗവാൻ, എത്ര ക്ഷമയോടുകൂടി. അപ്പൊ അത് അർജുനന്റെ എല്ലാം അർജുനനെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഭഗവാൻ പറയുന്നത്. ഏറ്റവും വലിയ മോട്ടിവേറ്ററും ഏറ്റവും വലിയ കൗൺസിലറുമാണ് ഭഗവാൻ. ലോകം ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കർ, അതുപോലെ ഏറ്റവും വലിയ കൗൺസിലറാണ്. എത്ര വലിയ ഒരു പതനത്തിലാണ് അർജുനൻ കിടന്നത്. ആ അർജുനനെയാണ് എണീപ്പിച്ചിട്ട് കരിഷ്യേ വചനം ചവ, നിന്നെ പറയണ പോലെ ഞാൻ കേട്ടോളാം എന്ന് പറയുന്ന ഒരാളാക്കി ഭഗവാൻ മാറ്റിയെടുത്തത്. അർജുനനും കൃഷ്ണനുമായി നടന്ന സംഭാഷണം വ്യാസന്റെ അനുഗ്രഹം കൊണ്ടാണ് സഞ്ജയന് കേൾക്കുവാൻ ഇടവന്നത്. സഞ്ജയൻ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. അതാണ് അടുത്ത ശ്ലോകം. വ്യാസപ്രസാദാസ് സുതവാനേതി ഗുഹ്യതമം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണ സാക്ഷാത് കഥയത്വ സ്വയം. ഗുഹ്യതരം, ഇത് വളരെ അത്യന്തം രഹസ്യമായിട്ടുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാവുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഗീത എല്ലായിടത്തും അങ്ങ് പ്രസിദ്ധമായി പോവില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതല്ലേ, ഇപ്പോഴും എത്ര സ്ഥലത്ത് ഇത് പ്രസിദ്ധമാവുന്നുണ്ട്. അപ്പോ അത് ഗുഹ്യതമമാണ്, അത് വളരെ രഹസ്യമയമാണ്. എല്ലാവർക്കും അത് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല, അറിയുന്നവർക്ക് തന്നെ ചിലപ്പോൾ ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പരമം സത്യമാണ് കാട്ടിത്തരുന്നതായ ഏതത് യോഗം, ഈ സത്യാനുയോഗം സ്വയം ഉപദേശിച്ചു ഭഗവാൻ. സാക്ഷാൽ യോഗേശ്വരനായ കൃഷ്ണൻ, സാക്ഷാൽ പ്രപഞ്ച കാരണ സ്വരൂപനായ കൃഷ്ണനിൽ നിന്നും വ്യാസന്റെ പ്രസാദം കൊണ്ട് എനിക്ക് നേരിട്ട് കേൾക്കുവാൻ സാധിച്ചു. ഇതിൽ പരം ഒരു വലിയ ഇതെന്താണുള്ളത്? അത്യന്തം രഹസ്യമായിട്ടുള്ളതും പരമസത്യം കാട്ടിത്തരുന്നതുമായ ഈ സത്യ അനുഭവ ഉപായം സ്വയം ഉപദേശിച്ച സാക്ഷാൽ പ്രപഞ്ച കാരണ സ്വരൂപനായ കൃഷ്ണനിൽ നിന്നും വ്യാസന്റെ അനുഗ്രഹ നിമിത്തം എനിക്ക് കേൾക്കുവാനിടയായി. ഏതത് ഗുഹ്യതമം പരം, സത്യം പരമരഹസ്യമാണ്. അപൂർവം ചിലർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അതിന്റെ രഹസ്യമായ കാര്യം. അത് തന്നെയാണ്, അത് പരമമായ കാര്യമാണ് സത്യം എന്നുള്ളത്. ഈ സത്യം സർവജ്ഞനായി സത്യസ്വരൂപനായി വർത്തിക്കുന്ന കൃഷ്ണനിൽ നിന്ന് തന്നെ കേൾക്കുകയാൽ അതിൽ പരം പിന്നെ എന്ത് ധന്യതയാണ് വേണ്ടത്? ഇത്ര മുഖ്യമായ ഒരു കാര്യം ഭഗവാൻ തന്നെ പറഞ്ഞു തന്നത് കേൾക്കുവാൻ ഉള്ള ഭാഗ്യം എനിക്കുണ്ടായില്ലേ? അതിലും വലിയൊരു ശ്രേഷ്ഠമായ ഒരു ഭാഗ്യം എനിക്ക് എന്താണ് ഉണ്ടാവാനുള്ളത്? എനിക്ക് അത് എങ്ങനെയാണ് ഉണ്ടായത്? വ്യാസദേവന്റെ അനുഗ്രഹം കൊണ്ട്. എന്താ? വ്യാസദേവൻ എനിക്ക് ആ ജ്ഞാനദൃഷ്ടി തന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കേൾക്കുവാൻ സാധിച്ചത് എന്ന് പറയാണ്. അപ്പൊ ഗീതാശ്രവണ വേളയിലും അത് കഴിഞ്ഞും സഞ്ജയനുണ്ടായ അനുഭവമാണ് അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. രാജൻ സംസ്മൃത്യ സംവാദമിതമത്ഭുതം കേശവാർജുനയോ പുണ്യ ഹൃഷ്യാമീജ മുഹുർമുഹുർ. വീണ്ടും പറയാണ് രാജാവിനോട്, അല്ലയോ രാജാവേ, ധൃതരാഷ്ട്ര മഹാരാജാവേ, കൃഷ്ണന്റെയും അർജുനന്റെയും ആശ്ചര്യകരവും പുണ്യപ്രദവുമായ ഈ സംഭാഷണം ഓർമ്മിച്ചോർമ്മിച്ച് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെ ഞാൻ മുഴുകിയിരിക്കുകയാണെന്ന് പറയാണ്. ഹൃഷ്യാമീജ മുഹുർമുഹുർ. അജ്ഞാനത്തെ പിടിച്ചുകുലുക്കി സ്വാർത്ഥമോഹങ്ങളെ ഇളക്കി മറിക്കുന്ന സത്യബുദ്ധിയുടെ പ്രതീകമാണ് സഞ്ജയൻ. സഞ്ജയൻ വളരെ നല്ലൊരു ആളാണ്. അങ്ങനെയുള്ള സത്യബുദ്ധിക്ക് ആധ്യാത്മിക കാര്യങ്ങളുടെ നിരന്തര സ്മരണം കൊണ്ട് തന്നെ അതിരറ്റ ആഹ്ലാദം അനുഭവിക്കുവാൻ ഇടവരുന്നു. അപ്പൊ ശരിയായ പാത്രത്തിനാണ് വ്യാസദേവൻ ജ്ഞാനദൃഷ്ടി നൽകിയത്. അതിന് ഏറ്റവും പ്രാപ്തിയുള്ള ആളായിരുന്നു, അതിന് ഏറ്റവും യോഗ്യനായ ആളായിരുന്നു ആര്? സഞ്ജയൻ. ശ്രവണം കഴിഞ്ഞിട്ടും ഈ സ്മരണ ഉണ്ട്. വീണ്ടും ആ സീൻസ് ഒക്കെ ഓർമ്മിച്ച് ആനന്ദം കൊള്ളുകയാണ് സഞ്ജയൻ ചെയ്യുന്നത്. പിന്നെ അപ്പൊ സഞ്ജയന്റെ ജ്ഞാനയാത്രയിലേക്കുള്ള വേഗം വളരെ വർദ്ധിക്കും, ഗതിവേഗം വളരെ വർദ്ധിക്കും. യഥാർത്ഥ സത്യജിജ്ഞാസയോടെ ഗീത വായിച്ചു പഠിക്കുന്നവർക്കൊക്കെ സഞ്ജയന്റെ ഈ ആനന്ദം സ്വയം അനുഭവിച്ച് തൃപ്തിപ്പെടുത്താവുന്നതാണ്. നമുക്കും അതുപോലെയുള്ള ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഉത്സാഹത്തോടും ധൈര്യത്തോടും കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ സഞ്ജയൻ അനുഭവിച്ച അതേ രോമപ്രഹർഷം നമുക്കും അനുഭവിക്കാൻ പറ്റും. അതേ സ്മൃതി നമുക്കും ഉണ്ടാവും. അതാണ് പറയുന്നത്.
മാത്രമല്ല ഭഗവാന്റെ വിശ്വരൂപ ദർശനം സഞ്ജയനിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു എന്നാണ് അദ്ദേഹം ധൃതരാഷ്ട്രയോട് പ്രഖ്യാപിക്കുന്നത്. ഓർത്തോർത്ത് പറയുകയാണ്. ഓർത്തോർത്ത് പറഞ്ഞപ്പം ആ വാക്കുകളുടെ മാധുര്യത്തെ പറ്റിയും അതിന്റെ ഗഹനതയെ പറ്റിയും പറഞ്ഞു. അത് ഞാൻ വീണ്ടും വീണ്ടും ഓർക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആ ദർശനത്തെ പറ്റി ഞാൻ വീണ്ടും വീണ്ടും ഓർക്കുന്നു എന്ന് പറയാ. തച്ച സംസ്മൃത്യ സംസ്മൃത്യ, വീണ്ടും വീണ്ടും ഓർക്കുന്നു. എന്ത്? രൂപമത്യത്ഭുതം ഹരേ, ഹരിയുടെ അത്യത്ഭുതമായ രൂപം. വിസ്മയോദേ മഹാൻ രാജൻ ഹൃഷ്യാമീര പുനഃ പുനഃ. അല്ലയോ രാജാവേ, ഭഗവാന്റെ അത്യാശ്ചര്യകമായ ആ രൂപവും ഓർമ്മിച്ചോർമ്മിച്ച് എനിക്ക് അതിയായ അത്ഭുതം തോന്നുന്നു. ഓർക്കും തോറും അത്ഭുതം കൂടിക്കൂടി വരികയാണ് എന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും ഞാൻ ആനന്ദമഗ്നനായി തീരുകയും ചെയ്യുന്നു. രൂപം അത്യത്ഭുതം എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ വിശ്വരൂപത്തെയാണ് സഞ്ജയൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അർജുനന് ദിവ്യദൃഷ്ടി നൽകിയാണ് ഭഗവാൻ ആ രൂപം വെളിവാക്കിയത്. സഞ്ജയന് അത് കാണാനുള്ള ദിവ്യദൃഷ്ടി നേരത്തെ തന്നെ വ്യാസദേവൻ കൊടുത്തിരുന്നു. അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്, സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ നിനക്കത് കാണാൻ സാധിക്കില്ല അർജുന, അതുകൊണ്ട് നിനക്ക് ഞാൻ അത് കാണുവാനുള്ള ദിവ്യദൃഷ്ടി നൽകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടി അല്ലെങ്കിൽ ദിവ്യദൃഷ്ടി നേരത്തെ തന്നെ വ്യാസദേവൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വിശ്വരൂപ ദർശനം കാണുവാനുള്ള ഭാഗ്യമുണ്ട്. അപ്പൊ രണ്ടേ പേരെ അത് കണ്ടുള്ളൂ. ആര്? സഞ്ജയനും അർജുനനും മാത്രം. അവർക്ക് മാത്രമേ ഗീത കേട്ടത് 4-5 പേരുണ്ട്. ഗീത കേട്ടത് ഹനുമാൻ കേട്ടു, ധൃതരാഷ്ട്ര കേട്ടു, അർജുനൻ കേട്ടു. പക്ഷേ അത് കണ്ടത് ഇവർ രണ്ടാളും മാത്രം, ഇല്ലേ? അപ്പൊ ഈ അനുഭവത്തിന്റെയൊക്കെ വെളിച്ചത്തിൽ സഞ്ജയൻ വ്യാസഭഗവാൻ നൽകിയ ദിവ്യദൃഷ്ടി കൊണ്ട് നേരത്തെ തന്നെ എനിക്കിത് കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. ബുദ്ധിമാനായ സഞ്ജയൻ ആ കാഴ്ച ഭഗവാനുള്ള വിശ്വാസത്തെ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. അതുകൊണ്ടാണ് രോമഹർഷവും പിന്നെ ആനന്ദവും അത്ഭുതവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. ഈ അനുഭവത്തിന്റെയൊക്കെ വെളിച്ചത്തിൽ സഞ്ജയൻ തനിക്ക് ബോധ്യപ്പെട്ട ജീവിത നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് ഗീത പറയുന്നതിന്, ഗീതാ സന്ദർഭം ധൃതരാഷ്ട്രോട് പറയുകയാണല്ലോ, അത് അദ്ദേഹം ഉപസംഹരിക്കുകയാണ് 78ാമത്തെ ശ്ലോകത്തില്. ലാസ്റ്റ് ശ്ലോകമാണ്, ലാസ്റ്റ് അധ്യായം 18ാമത്തെ അധ്യായത്തിലെ 78ാമത്തെ ശ്ലോകമാണ് ലാസ്റ്റ് ശ്ലോകം. അതിൽ പറയാണ്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്വശ്രീർവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. എത്ര യോഗേശ്വര കൃഷ്ണോ, യോഗേശ്വരനായ പ്രപഞ്ചാനുഭവത്തിന് മുഴുവൻ ആശ്രയമായ കൃഷ്ണൻ, ഈശ്വരൻ എവിടെയെല്ലാം ഉണ്ടോ, അതുപോലെ ധനുർധരനായ വില്ലാളി വീരനായ പാർത്ഥൻ, കുന്തിപുത്രൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെ ശ്രീ ആത്മതേജസ്സും വിജയം, ജയവും ഭൗതിക ഐശ്വര്യവും, ഭൂതി എന്ന് വെച്ചാൽ ഭൗതിക ഐശ്വര്യം, ഭൂതിയും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നീതി ധ്രുവ, ഈ നിയമം അചഞ്ചലമാണ്. മമ ഇതി, ഇതാണ് എൻ്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗീത ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത് ഉപസംഹരിക്കുകയാണ്. പ്രപഞ്ചാനുഭവത്തിന് മുഴുവൻ ആശ്രയമായ ഈശ്വരൻ, അതായത് കൃഷ്ണൻ എവിടെയുണ്ടോ, വിലാളി വീരനായ കുന്തിപുത്രൻ എവിടെയുണ്ടോ അവിടെ ആത്മതേജസ്സും ജയവും ഭൗതിക ഐശ്വര്യവും ഉണ്ടായിരിക്കും. ഈ നിയമം അചഞ്ചലമാണ്. ഇതാണ് എൻ്റെ അഭിപ്രായമെന്ന് സഞ്ജയൻ പറയുന്നു. ധ്രുവാനീതിർ മതിർമമ, ധ്രുവാനീതിർ മതിർമമ. ഗീതയുടെ സാരസംഗ്രഹമാണ് സഞ്ജയന്റെ ഈ തീരുമാനം. കൃഷ്ണനും അത് ധർമ്മക്ഷേത്ര എന്നുള്ള ആദ്യത്തെ ശ്ലോകത്തിന്റെ ധർമ്മവും ഇവിടത്തെ അവസാന ധ്രുവാനീതിർ മതിർ മമ, മമ. അപ്പം ഗീതയുടെ സന്ദേശം എന്ന് വെച്ചാൽ മമധർമ്മ, സ്വധർമ്മമാണ് ഗീതയുടെ ഈ ഭഗവാൻ തന്ന സന്ദേശം. സ്വധർമ്മം അനുഷ്ഠിക്കുക, വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട, അതാണ്. അപ്പം ഈ ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കും ചേർത്ത് മമധർമ്മ എന്നാണ് ഗീതയുടെ സാരം, ഗീതയുടെ ഉപദേശം. ഗീതയുടെ സാരസംഗ്രഹമാണ് സഞ്ജയന്റെ ഈ തീരുമാനം. കൃഷ്ണനും അർജുനനും എവിടെയുണ്ടോ അവിടെ ജീവിതം പൂർണ്ണമായ ധന്യത പ്രാപിക്കും. തൽക്കാലം പാണ്ഡവന്മാർ തന്നെ ജയിക്കുമെന്നുള്ള ധ്വനി. ഇവിടെ കൃഷ്ണൻ ഏത് രൂപത്തിലുള്ള ഈശ്വരന്റെ പ്രതിനിധിയാണ്. അർജുനൻ ആ ഈശ്വരനെ സർവാത്മന ശരണം പ്രാപിച്ചുകൊണ്ട് കർമ്മരംഗത്ത് എത്തി നിൽക്കുന്ന ബുദ്ധിയുടെ രൂപമാണ്.
ബുദ്ധി, ഈശ്വരൻ, കർമ്മം ഇവ ഒരുമിക്കുന്നതാണ് ജീവിത വിജയം. ബുദ്ധി ഉണ്ടാവണം, കർമ്മം ചെയ്യണം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. ഈശ്വരനെ ശരണം പ്രാപിക്കുന്ന ബുദ്ധിക്ക് ആത്മതേജസ് കൂടുതൽ കൂടുതൽ ലഭ്യമാകും. അത് കർമ്മം കർമ്മരംഗത്തിന് അടിക്കടി വിജയമുണ്ടാക്കും. ഭൗതികമായ ഐശ്വര്യവും അങ്ങനെ തന്നെ വന്നു ചേരും. ആത്മതേജസ്സിന്റെ വളർച്ച ഭൗതിക ജീവിതത്തെ പോലും ധന്യമാക്കി മോക്ഷത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഈശ്വര ബുദ്ധിയെ ശരണം പ്രാപിക്കുന്നില്ലെന്ന് വന്നാൽ ആത്മതേജസ് കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്ക് ബുദ്ധിയുണ്ട്, നമ്മൾ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈശ്വര ബുദ്ധിയില്ല, ഈശ്വരൻ നമ്മൾ ആശ്രയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ കർമ്മം ഇത് കുറഞ്ഞു കുറഞ്ഞു വരും. എന്നിട്ട് പരാജയം നേരിടേണ്ടി വരും. അതുകൊണ്ട് കർമ്മരംഗത്ത് എത്തി നിൽക്കുന്ന ഒരാൾ സർവാത്മന ഈശ്വര ബുദ്ധി വളർത്തി അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടതാണ്. അതാണ് സഞ്ജയൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ അധ്യായ സംക്ഷേപമാണ്. ഈ അധ്യായം കഴിഞ്ഞു. അതിന്റെ സംക്ഷേപം, അതിന്റെ ചുരുക്കം. ജീവബ്രഹ്മ ഐക്യ പ്രതിപാദകമായ ജ്ഞാനകാണ്ഡത്തിന്റെ പരിസമാപ്തിയാണ് 18-ാം അധ്യായം. 18-ാം അധ്യായത്തിൽ ഭഗവാൻ ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കുറച്ചായിട്ട് പറഞ്ഞു നിർത്തുകയാണ്. ജീവബ്രഹ്മ ഐക്യം, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ജീവനും ബ്രഹ്മനും തമ്മിലുള്ള ഐക്യം, അതാണ് നമ്മൾ ജീവനിൽ നിന്ന് വേർപെട്ടു വന്ന, പരമാത്മാവിൽ നിന്ന് വേർപെട്ടു പോകുന്ന നമുക്ക് തിരിച്ചു ഭഗവാനിൽ തന്നെ എത്തിച്ചേരണം. ആ ഐക്യമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ജീവിത ഐക്യം എന്ന സ്ഥിതി തന്നെയാണ് ഇവിടെ ഭഗവാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നത്. ഒരു മോക്ഷേശ്ചു അവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ ചില അടിസ്ഥാന തത്വങ്ങളാണ് ഭഗവാൻ 17-ാമത്തെ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിൽ പറഞ്ഞു തന്നത്. അത് തന്നെ 18-ാം അധ്യായത്തിൽ കുറച്ചും കൂടെ വിസ്തരിച്ച് ഭഗവാൻ പറയുകയാണ്. ഫലേച്ഛയോടുകൂടിയ കർമ്മം വിടുകയാണ് സന്യാസം. ഫലേച്ഛ വിടുകയാണ് ത്യാഗം. ഗുണഭേദമാണ് ത്യാഗഭേദങ്ങളുടെ തോന്നലിന് ഇടയുണ്ടാകുന്നത്. നമ്മുടെ ഗുണഭേദങ്ങൾ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, നമ്മൾ എങ്ങനെയാണോ അത് പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മാറും. ഗുണഭേദമാണ് ത്യാഗഭേദങ്ങളുടെ തോന്നലിനും ഇടയാക്കുന്നത്. അധിഷ്ഠാനം, കർത്താവ്, കരണം, വിവിധ ചേഷ്ടകൾ, ദൈവം എന്നീ 5 ഹേതുക്കൾ ലോകത്തുള്ള ഏത് കർമ്മത്തെയും നിയന്ത്രിക്കുന്നു. അധിഷ്ഠാനം അതായത് അടിസ്ഥാനം, കർത്താവ്, ഒരു കർത്താവ് വേണം, ഒരു കാരണം വേണം, വിവിധ ചേഷ്ടകൾ, വിവിധങ്ങളായ കർമ്മങ്ങൾ ചെയ്യണം. അതിനെല്ലാത്തിനും നമുക്ക് സഹായിക്കാനായിട്ട് ദൈവം ഉണ്ടായിരിക്കണം, ഈശ്വരന്റെ കൃപ ഉണ്ടാവണം. അങ്ങനെയുള്ള 5 ഹേതുക്കളുള്ള ലോകത്തുള്ള എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് താൻ മാത്രമാണ് കർമ്മഹേതു എന്ന് കരുതുന്നവർ മന്ദബുദ്ധിയാണ്. അഹങ്കാരമില്ലാത്തവൻ എന്ത് കർമ്മം ചെയ്താലും ബദ്ധനാകുന്നില്ല. കർമ്മ പ്രചോദങ്ങളാണ് ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാതാവ്. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്, ജ്ഞേയം എന്ന് വെച്ചാൽ അറിയേണ്ട വസ്തു, പരിജ്ഞാതാവ് എന്ന് വെച്ചാൽ അറിയുന്ന ആൾ എന്നീ 3 എണ്ണം. കരണം, കർമ്മം, കർത്താവ്, അതായത് എന്തിനു വേണ്ടി കാരണം, എന്തിനു വേണ്ടി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, കർത്താവ് ആര് ചെയ്യുന്നു എന്നീ 3 എണ്ണത്തിലടങ്ങുന്ന കർമ്മസ്വരൂപം. അതായത് കരണം വേണം, കർമ്മം വേണം, കർത്താവ് വേണം. ഇവിടെ ജ്ഞാനം വേണം, ജ്ഞേയം വേണം, പരിജ്ഞാതാവ് വേണം, ഇല്ലേ? അതുകൊണ്ട് അങ്ങനെ അപ്പോഴാണ് എന്തുണ്ടാകുന്നു, കർമ്മം അങ്ങനെ ഗുണഭേദമനുസരിച്ച് ത്രിഗുണങ്ങളുടെ ഭേദത്തിനനുസരിച്ച് ഭഗവാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നു. ജ്ഞാനം, കർമ്മം, കർത്താവ്, ബുദ്ധി, ധൃതി, സുഖം എന്നിവ എല്ലാ കാര്യങ്ങളിലും 3 ഗുണങ്ങളുള്ളവർ എങ്ങനെയൊക്കെ പെരുമാറും, എങ്ങനെയൊക്കെയാണ് അവരെ സ്വാധീനിക്കുക എന്ന് ഭഗവാൻ വിസ്തരിച്ച് നമുക്ക് പറഞ്ഞു തന്നു, ഇല്ലേ? അപ്പോ ഗുണഭേദമനുസരിച്ചുള്ള സ്വഭാവ വിഭജനമാണ് ചാതുർവർണ്ണ്യം. ഗുണഭേദമനുസരിച്ചാണ് ചാതുർവർണ്ണ്യം ഭഗവാൻ വിഭജിച്ചിരിക്കുന്നത്. സർവവ്യാപ്തമായ സത്യത്തെ സ്വകർമ്മം കൊണ്ട് ആരാധിക്കുന്ന ആർക്കും ക്രമേണ മോക്ഷമെന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. എല്ലാ കർമ്മവും ദോഷയുക്തമാണ്. ഏത് കർമ്മവും, സത്വഗുണമാണെങ്കിലും രജോ ഗുണമാണെങ്കിലും തമോ ഗുണമാണെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാവും. കാരണം ബ്രഹ്മാവിന് പോലും പരിപൂർണതയില്ലെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു കാര്യവും അല്പസ്വല്പം ദോഷങ്ങൾ എന്തായാലും ഉണ്ടാവും. അതാണ് പറയുന്നത്. പിന്നെ ദോഷയുക്തമാണ്, ഏത് കർമ്മവും ദോഷയുക്തമാണ്. അതുകൊണ്ടാണ് സ്വഭാവജമായ കർമ്മം നിശ്ചയിച്ച് മറ്റൊന്ന് അംഗീകരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഏത് കർമ്മം ചെയ്താലും എന്റെ കർമ്മം ഉപേക്ഷിച്ച് മറ്റേയാളുടെ കർമ്മം ഞാൻ ചെയ്താൽ എനിക്ക് ഭേദമാവെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എന്റെ കർമ്മം അവിടെയുണ്ട് മോശം.
അപ്പൊ നമ്മുടെ കർമ്മത്തിൽ തന്നെ നമ്മൾ, സ്വധർമ്മത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. അങ്ങനെ അതുകൊണ്ടാണ് സ്വഭാവജമായ, അതായത് അവനവന് സഹജമായ കർമ്മം വിനീക്ഷിച്ച് മറ്റൊന്ന് അംഗീകരിക്കുന്നതിൽ അർത്ഥമില്ല. സ്വഭാവകർമ്മത്തെ സ്വധർമ്മമാക്കി മാറ്റി കർമ്മയോഗമായി അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. സർവത്ര ബ്രഹ്മാനുഭവമാണ് പരാഭക്തി എന്ന് പറയുന്നത്. അത് തന്നെയാണ് നൈഷ്കർമ്മ്യ സിദ്ധി. പരാഭക്തിക്കാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ പരാഭക്തി എന്നും നൈഷ്കർമ്മ്യ സിദ്ധി എന്നും എന്താണ് അർത്ഥം? സർവത്ര ബ്രഹ്മാനുഭവം, അതായത് പ്രപഞ്ചത്തില് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ് എന്നുള്ള ജ്ഞാനം. അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നതും പരാഭക്തി എന്ന് പറയുന്നതും. സർവധർമ്മ പരിത്യാഗപൂർവമായ ഭഗവത് ശരണാഗതിയാണ് ശോകനിവൃത്തിക്കുള്ള മാർഗമെന്ന് പ്രഖ്യാപിച്ച ഭഗവാൻ ഗീതാ സന്ദർഭം ഉപസംഹരിക്കുന്നു. അവരിലാണ് ഭഗവാൻ ഗീതാ സന്ദർഭം ഉപസംഹരിക്കുന്നത്. ബുദ്ധി, ഈശ്വരൻ, കർമ്മം എന്നിവ ഒരുമിക്കുന്നിടത്ത് ജീവിതം ധന്യമാകുന്നത് അചഞ്ചല നിയമമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് സഞ്ജയനും ഗീതാ സന്ദർഭം ഉപസംഹരിക്കുന്നു. നൈഷ്കർമ്മ സിദ്ധി എന്ന മോക്ഷവും അതിനുള്ള ഉപായമായ സന്യാസത്തിന്റെ യാഥാർത്ഥ്യവും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നതുമാണ് ഈ അധ്യായത്തിന്. അതാണ് ഭഗവാൻ ഇതിന് മോക്ഷ സന്യാസ യോഗം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? മോക്ഷവും അതിനുള്ള ഉപാധിയായ നൈഷ്കർമ്മ്യ സിദ്ധി. നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് വെച്ചാൽ എന്താണ്? പിന്നെ നൈഷ്കർമ്മ്യ സിദ്ധി, മോക്ഷവും അതിനുള്ള ഉപായവും സന്യാസത്തിന്റെ യാഥാർത്ഥ്യവും ഇതെല്ലാം കൂടെ പറഞ്ഞു തന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് മോക്ഷ സന്യാസ യോഗം, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന യോഗം എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ മോക്ഷസന്യാസയോഗോ നാമ 18. ഓം ശാന്തി ശാന്തി ശാന്തി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മളും ഭഗവാൻ ഉപസംഹരിച്ചു, സഞ്ജയൻ ഉപസംഹരിച്ചു, അർജുനൻ ഉപസംഹരിച്ചു, നമ്മളും ഉപസംഹരിക്കാൻ പോവുകയാണ്. ഭഗവാന്റെ അപരിമേയമായ കാരുണ്യം കൊണ്ട് മാത്രം വെറും സാധാരണക്കാരിയായ എനിക്ക് ഈ ഗീതായജ്ഞം പൂർത്തിയാക്കുവാൻ സാധിച്ചു. ഇതിൽ മുടങ്ങാതെ സ്നേഹപൂർവ്വം പങ്കെടുത്ത എൻ്റെ എല്ലാ സഹോദരിമാരോടും അകൈതവമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ദീർഘമായ ക്ലാസുകൾ മുഴുവനും ശ്രദ്ധാഭക്തിയോടെയും കൃത്യനിഷ്ഠയോടെയും റെക്കോർഡ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്ത ശ്രീമതി സുധാമണിക്കും കുമാരി സായി നിമിതയ്ക്കും എൻ്റെ പ്രത്യേക സ്നേഹവും നന്ദിയും പ്രകാശിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രേരണയാണ് എൻ്റെ ഉത്സാഹത്തിന്റെ കാരണം. ഭഗവാൻ എല്ലാ അറിവുകളും മധുരോദാരനായി ക്ഷമയോടെ നമുക്ക് പറഞ്ഞു തന്നു. ഭഗവാൻ അരുളിയ വേദാന്ത സത്യം വിചാരം ചെയ്ത് ഉറപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിലെ എല്ലാ കർമ്മചലനങ്ങൾക്കും രൂപം നൽകുക. ഇതാണ് ഗീതാ സന്ദേശം. രഹസ്യങ്ങളിൽ രഹസ്യമായ തത്വബോധം പറഞ്ഞു കൊടുത്തതിന് ശേഷം വസ്തുബോധം ഉണ്ടാകുവാനുള്ള ഉപായവും ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നു. ഇനി ഈ ഉപദേശം വിചാരം ചെയ്ത് നോക്കിയിട്ട് എന്താണ് ഭഗവാൻ പറഞ്ഞത്? എൻ്റെ ഉപദേശങ്ങളെല്ലാം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു അർജുന. ഇത് നീ വിചാരം ചെയ്യൂ. നിനക്ക് ബുദ്ധിയുണ്ട്, നിനക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് നീ തന്നെ വിചാരം ചെയ്ത് അത് ചിന്തിച്ചു നോക്കണം, മനനം ചെയ്ത് നോക്കണം. എൻ്റെ ഉപദേശങ്ങൾ കേട്ടതെല്ലാം ശ്രദ്ധിച്ച് മനനം ചെയ്തുകൊണ്ട് ഏതാണ് ഉചിതമെന്ന് നിനക്ക് തോന്നുന്നത് അത് തന്നെ അതുപോലെ ചെയ്യുക. ഭഗവാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ഭഗവാൻ പറയുന്നില്ല. അർജുന, നിനക്ക് നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ മനനം ചെയ്ത് തീരുമാനിച്ച ശേഷം ഏതാണ് നല്ലതെന്ന് നിനക്ക് തോന്നുന്നുവോ അത് നീ ചെയ്തുകൊള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നാം ഓർക്കണം, ഭഗവാൻ എത്ര മധുരോദാരനാണ്, എത്ര സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ശ്രേഷ്ഠനായ ഗുരുവാണ്, സൽഗുരുവാണ് ഭഗവാൻ. ഭഗവാൻ മോക്ഷത്തിലേക്ക് നയിക്കുകയാണ് അർജുനനെ. അതിനെ ഉയർത്തി, തളർന്ന് അടിഞ്ഞു കിടന്ന അർജുനനെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് മോക്ഷത്തിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്ന ഭഗവാനേക്കാളും വലിയൊരു സദ്ഗുരു ഈ ലോകത്തില്ല, ഇല്ലേ? അപ്പൊ നമ്മൾക്ക് ഈ ഭഗവത്ഗീത
എന്ന് നമുക്ക് ഓർമ്മിക്കാൻ 2-3 ശ്ലോകങ്ങളെങ്കിലും നമ്മൾ നല്ലപോലെ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഈ 3 ശ്ലോകങ്ങൾ ഭഗവാൻ തന്നെ പറഞ്ഞു തന്നാണ്. ഭഗവാന്റെ വാക്കുകളാണത്, ഭഗവാന്റെ പ്രതിജ്ഞയാണത്. അത് നമ്മൾ ഓർമ്മിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ധൈര്യം കിട്ടും. മന്മനാ ഭവ മദ്ഭക്ത മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി സത്യം ദേ പ്രതിജാനേ പ്രിയോത്തമഃ. അതായത് മന്മനാമോഹ, എന്റെ ഭക്തനാവൂ, എന്റെ ഭക്തന്മാരെ നമസ്കരിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് മാത്രം നീ ചെയ്താൽ മതി, ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കോളാം. അതുപോലെ ഭഗവാൻ പിന്നെ പറഞ്ഞു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അല്ലയോ ശുദ്ധനായ അർജുന, പരിശുദ്ധനായ അർജുന, എല്ലാ കർമ്മങ്ങളും എല്ലാ ധർമ്മങ്ങളും എന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ഞാനാണ് കർത്താവെന്ന് ഭാവിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും എന്നിൽ ശരണാഗതനായിട്ട് കൊണ്ട് ചെയ്തുകൊള്ളൂ. നിന്റെ എല്ലാ പാപങ്ങളും എല്ലാ കർമ്മങ്ങളുടെയും വരുന്ന ദോഷങ്ങളെല്ലാം തന്നെ, എല്ലാ ബന്ധനങ്ങളും എല്ലാം ഞാൻ നിനക്ക് നീക്കിത്തരാം. ഭഗവാൻ നമ്മളോടാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും ഭഗവാൻ അത് തന്നെ ചെയ്തു തരുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പിന്നെ ഭഗവാൻ പറഞ്ഞത് എന്താണ്? അനന്യാശ്ചിന്തയന്തോ മാം ഏ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. പറഞ്ഞു, എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം നിവർത്തിക്കുന്ന ആരാണോ അവരുടെ എല്ലാ യോഗക്ഷേമവും, ഭൗതികമായ സുഖങ്ങളും അതുപോലെ തന്നെ ലൗകികവും ഭൗതികവും ആത്മീയവുമായ എല്ലാ കർമ്മങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് എന്ന് ഭഗവാന്റെ പ്രതിജ്ഞ നമുക്കുണ്ട്. അത് നമ്മൾക്ക് ധൈര്യം നൽകട്ടെ. നിങ്ങൾ എല്ലാവർക്കും അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി.